നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ബോബി ചെമ്മണ്ണൂർ എന്ന സാമൂഹിക മാലിന്യം ഇനി കാക്കനാട് സബ് ജയിലിൽ 14 ദിവസം. നടി ഹണി റോസിനെ അധിക്ഷേപിച്ച കേസിൽ കോടതി റിമാൻഡ് ചെയ്യുകയായിരുന്നു ബോബി ചെമ്മണ്ണൂരിനെ. തുടർന്ന് കോടതി മുറിക്കുള്ളിൽ തലകറങ്ങി വീണു ബോബി ചെമ്മണ്ണൂർ. 14 ദിവസത്തേക്ക് തന്നെ റിമാൻഡ് ചെയ്യുന്നുവെന്ന കോടതി ഉത്തരവ് കേട്ടയുടൻ ബോബി ചെമ്മണ്ണൂരിൻ്റെ രക്തസമ്മർദ്ദമുയർന്നു. തുടർന്ന് ദേഹാസ്വാസ്ഥ്യം. പ്രതിക്കൂട്ടിൽ താഴേക്ക് ബോബി ചെമ്മണ്ണൂർ പതിക്കുന്നു. ഉത്തരവ് കേട്ട ഉടനെ ബോബി ചെമ്മണ്ണൂർ പ്രതിക്കൂട്ടിൽ തളർന്നിരുന്നുപോയി. തുടർന്ന് ബോബിയെ കോടതി മുറിയിൽ വിശ്രമിക്കാൻ അനുവദിച്ചു. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതുകൊണ്ട് ബോബി ചെമ്മണ്ണൂരിനെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് പരിശോധനകൾ നടത്തും. ജഡ്ജി ഉത്തരവ് വായിച്ചു കഴിഞ്ഞതോടെ ബോബി ചെമ്മണ്ണൂർ ബെഞ്ചിലേക്ക് ഇരിക്കുകയും തുടർന്ന് കുഴഞ്ഞു വീഴുകയുമായിരുന്നു. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ബോബിയുടെ ജാമ്യ ഹർജി തള്ളിക്കളഞ്ഞത്. ഉച്ചകഴിഞ്ഞ് 12:30 മണിക്ക് ബോബിയെ കോടതിയിൽ ഹാജരാക്കി. 2 മണിയോടെ വാദം പൂർത്തിയായി. ഏതാണ്ട് 3 മണിക്കൂറോളം ബോബി കോടതി മുറിക്കുള്ളിൽ തന്നെ നിന്നു. ജാമ്യ ഉത്തരവ് വായിക്കുമ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുകയായിരുന്നു ബോബി ചെമ്മണ്ണൂർ. തുടർന്ന് റിമാൻഡ് ചെയ്യുകയായിരുന്നു എന്ന ഭാഗം വായിച്ചു തുടങ്ങിയപ്പോൾ ദേഹാസ്വാസ്ഥ്യം. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിനെ വ്യാഴാഴ്ച രാവിലെയാണ് കോടതിയിൽ ഹാജരാക്കിയത്. അതിനൊപ്പം ബോബിയുടെ ജാമ്യ ഹർജിയും കോടതി പരിഗണിച്ചു. തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന വാദമുഖമാണ് ജാമ്യ ഹർജിയിൽ ബോബി ചെമ്മണ്ണൂർ ഉയർത്തിയത്. മഹാഭാരതത്തിലെ ഒരു കഥാപാത്രത്തെക്കുറിച്ചാണ് താൻ പറഞ്ഞത്. ഹണി റോസിൻ്റെ ആരോപണങ്ങളൊക്കെ വ്യാജം. മാത്രമല്ല, നടി പരാതി നൽകാൻ വൈകിയത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യവും. ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ബി രാമൻപിള്ള തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു. ഒപ്പം ബോബിയും. പണത്തിന്റെ ഹുങ്കിൽ നിരവധി നടിമാർക്കെതിരെയും സെലിബ്രിറ്റികൾക്കെതിരെയും അധിക്ഷേപങ്ങളുടെ ഒരു പരമ്പര തന്നെ നടത്തി ഒടുവിൽ സാമൂഹിക മാധ്യമങ്ങളിൽ നിറഞ്ഞാടിയ ബോബി ചെമ്മണ്ണൂർ കോടതിയിൽ തലകറങ്ങി വീഴുന്നു. വൈപരീത്യമല്ലാതെ എന്തു പറയാൻ? സമാനതകളില്ലാത്ത യുദ്ധതന്ത്രങ്ങളാണ് ഈ യുദ്ധത്തിൽ ഹണി റോസ് പുറത്തെടുത്തത്. ഒരു ഭരണകൂടത്തെ പൂർണ്ണമായി ഒപ്പം നിർത്താൻ ഹണി റോസിന് കഴിഞ്ഞു. പോലീസ് സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ച മണിക്കൂറുകളാണ് കടന്നുപോയത്. മറ്റൊരു കേസിലും ഇത്ര ശുഷ്കാന്തിയോടെ കേരള പോലീസ് ഒരു ടീമായി നിന്ന് പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടിട്ടേയില്ല. മനോജ് എബ്രഹാം എന്ന ADGPയുമായി ഹണി റോസ് കൂടിക്കാഴ്ച നടത്തിയ ആ നിമിഷം മുതൽ പോലീസ് ഉണർന്നു പ്രവർത്തിച്ചു. തുടർന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുമായുള്ള ഹണി റോസിന്റെ കൂടിക്കാഴ്ച. നിയമരംഗത്തെ വിദഗ്ധരുമായി പരാതി തയ്യാറാക്കുന്നതിൽ കൂടിയാലോചനകൾ നടത്തിയ ഹണി റോസ് തുടർന്ന് ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെടുന്നു. മുഖ്യമന്ത്രി ഒപ്പമുണ്ടാകണമെന്ന ഹണി റോസിന്റെ അഭ്യർത്ഥന, അതിനോട് ചേർത്തുവെച്ച് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. തുടർന്ന് മുഖ്യമന്ത്രി DGPക്ക് നിർദ്ദേശം നൽകുന്നു. പോലീസ് ആസ്ഥാനത്ത് നിന്ന് വേണ്ട നിർദ്ദേശം എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്കും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കും പായുന്നു. പിന്നീട് നമ്മൾ കണ്ടത് സമാനതകളില്ലാത്ത ബോബി ചെമ്മണ്ണൂർ വേട്ടയാണ്. വയനാട് റിസോർട്ടിൽ ഒളിച്ച ബോബി ചെമ്മണ്ണൂരിനെ രായ്ക്ക് പോലീസ് തൂക്കിയെടുത്തു. പിന്നെ കൊച്ചിയിലേക്ക് ആഘോഷപൂർവ്വമുള്ള മടക്കം. തുടക്കം മുതൽ ബോബി ഫാൻസുകാർ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു. ചടങ്ങിനെത്തിയ ഹണി റോസിനെ കുന്തി ദേവി എന്ന് ഉപമിച്ചത് ഒരു നല്ല കാര്യമല്ലേ എന്നൊക്കെയാണ് അവർ ചോദിച്ചത്. ഹണി റോസിന്റെ വസ്ത്രധാരണ രീതിയും വലിച്ചു കീറി. എന്നിട്ടും അഡ്വക്കേറ്റ് ബി രാമൻപിള്ള കോടതിയിലേക്ക് നടന്നു നീങ്ങിയപ്പോൾ കേരളം സംശയിച്ചു. ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ഉറപ്പിക്കും എന്ന ആത്മവിശ്വാസത്തോടെ അഡ്വക്കേറ്റ് ബി രാമൻപിള്ള ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് നടന്നു നീങ്ങുന്നു. ഇന്ന് ഉച്ചതിരിഞ്ഞ് 12 മണിക്ക് തൊട്ടുപിന്നാലെ ബോബി ചെമ്മണ്ണൂരുമായി പോലീസ് വാഹനം കോടതിയിലേക്ക് പോകുമ്പോൾ പോലീസ് വാഹനത്തിലിരുന്ന ബോബി ചെമ്മണ്ണൂരിന്റെ മുഖത്ത് തികഞ്ഞ ആത്മവിശ്വാസം. സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്നിറങ്ങിയപ്പോൾ ബോബി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു, ഹണി റോസിനോട് മാപ്പ് പറയാൻ താൻ തയ്യാറല്ല, താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. കോടതി മുറിക്കുള്ളിൽ രാമൻപിള്ള അസോസിയേറ്റ്സിന്റെ വലിയ അഭിഭാഷകപ്പട. തിരുവനന്തപുരത്ത് നിന്നടക്കം അഭിഭാഷകർ കൊച്ചിയിലെത്തി. നിയമരംഗത്തെ വിദഗ്ധർ ഒരുമിച്ച് നിന്ന് ബോബി ചെമ്മണ്ണൂരിനെ പുഷ്പം പോലെ ഊരിക്കൊണ്ടുപോരും എന്നതായി സമൂഹമാധ്യമ പ്രചരണം. എന്നാൽ മറുവശത്ത് ആത്മവിശ്വാസം തുളുമ്പുന്ന സ്വരത്തിൽ തന്നെ ഹണി റോസ് പല മാധ്യമങ്ങൾക്കും തുടർച്ചയായി അഭിമുഖങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. വിളിക്കുന്ന മാധ്യമപ്രവർത്തകർക്കെല്ലാം ടെലിഫോണിൽ മറുപടിയും കൃത്യമായി കൊടുത്തു ഹണി റോസ്. നിയമവ്യവസ്ഥയിൽ തനിക്ക് വിശ്വാസമുണ്ടെന്നും ഇതൊരു പോരാട്ടമാണെന്നും ആ പോരാട്ടം ഇനിയും തുടരുമെന്നും ഹണി റോസ് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നു. മറുവശത്ത് ഇന്നലെ വൈകുന്നേരത്തെ ചാനൽ ചർച്ചയിൽ ബോബി ചെമ്മണ്ണൂരിനെ പ്രതിരോധിക്കാനെത്തിയ രാഹുൽ ഈശ്വറിനെ വലിച്ചു കീറുന്ന ഹണി റോസ്.
ഹണി റോസിന്റെ വസ്ത്രധാരണ രീതിയെക്കുറിച്ച് നിശ്ചിത വിമർശനങ്ങൾ ഉയർത്തിയ രാഹുൽ ഈശ്വറിന് കൊടുക്കേണ്ടത് കൊടുത്തുകൊണ്ടായിരുന്നു ഹണിയുടെ പോരാട്ടം. ഏകദേശം 20ഓളം യൂട്യൂബർമാരെയും തൂക്കിയെടുക്കുമെന്ന ഹണി റോസിന്റെ വാക്കുകൾ. തികഞ്ഞ നാടകീയത തന്നെയാണ് തുടക്കം മുതൽ ബോബി ചെമ്മണ്ണൂർ കേസിൽ കേരളം കണ്ടത്. ഇന്നലെ വയനാട്ടിലെ 1000 ഏക്കറിൽ നിന്ന് ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കൂട്ടിക്കൊണ്ടുവരുന്ന ആ മണിക്കൂറുകൾ തുടങ്ങി കേരളം അക്ഷമയോടെ കാത്തിരുന്നു. ഇയാൾക്ക് ജാമ്യം ലഭിക്കുമോ? രണ്ട് ചേരി തിരിഞ്ഞ് വലിയ വാഗ്വാദങ്ങൾ മുഴങ്ങി. ഒരു വിഭാഗം പറഞ്ഞു, ബോബി ചെമ്മണ്ണൂർ നടത്തിയ പ്രയോഗങ്ങളിൽ ദ്വയാർത്ഥം കണ്ടത് ചിലരുടെ മനസ്സിന്റെ വൈകൃതമാണ്, അതുകൊണ്ട് തന്നെ കോടതി അയാൾക്ക് ജാമ്യം അനുവദിക്കും. ഇത്ര വലിയ കൊലപാതക കുറ്റമോ മറ്റ് മാരക കുറ്റങ്ങളോ അല്ലല്ലോ ബോബി ചെമ്മണ്ണൂർ ചെയ്തത്, അതുകൊണ്ട് തന്നെ അയാൾക്ക് ജാമ്യം ലഭിക്കുമെന്ന പൊതുവികാരമായിരുന്നു കൂടുതൽ. ഒപ്പം രാമൻപിള്ള എന്ന പ്രമുഖ വക്കീലും കൂടി ബോബി ചെമ്മണ്ണൂരിനൊപ്പം ചേർന്നു. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നായിരുന്നു ജാമ്യഹർജിയിൽ പ്രതിഭാഗത്തിന്റെ വാദം. മഹാഭാരതത്തിലെ ഒരു കഥാപാത്രത്തെക്കുറിച്ച് മാത്രമാണ് പരാമർശിച്ചത്. ഹണി റോസിന്റെ ആരോപണങ്ങളൊക്കെ പൂർണ്ണ വ്യാജം. നടി പരാതി നൽകാൻ വൈകിയത് എന്തുകൊണ്ടാണ് എന്ന പ്രമാദമായ ചോദ്യവുമുയർത്തി രാമൻപിള്ള കോടതിയിലേക്ക്. പരാതിക്കടിസ്ഥാനമായ ഉദ്ഘാടന ചടങ്ങിനു ശേഷവും ഇരുവരും സൗഹൃദത്തിലായിരുന്നു എന്ന് രാമൻപിള്ള കോടതിയിൽ ഉറപ്പിച്ചു പറഞ്ഞു. അതിന്റെ തെളിവുകൾ കോടതിക്ക് മുൻപിൽ ഹാജരാക്കാം. ഇരുവരും പിന്നീട് മറ്റൊരു പരിപാടിയിലും ഒരുമിച്ച് പങ്കെടുത്തു. പരാതിക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും താൽപ്പര്യങ്ങളുണ്ടാകാം എന്ന് രാമൻപിള്ള തുടർച്ചയായി കോടതിയിൽ വാദമുഖങ്ങൾ ഉന്നയിച്ചു. ആദ്യ പ്രോഗ്രാമിൽ നടി വളരെ സന്തുഷ്ടയായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് അന്നത്തെ വീഡിയോ പ്രോഗ്രാമുകളും വീഡിയോ റെക്കോർഡിംഗ്സുമെന്ന് രാമൻപിള്ള. കോടതിക്ക് മുന്നിൽ അവ ഹാജരാക്കാമെന്ന രാമൻപിള്ളയുടെ വാഗ്ദാനം പക്ഷേ കോടതി നിരസിച്ചു. കേസിന്റെ മെറിറ്റിലേക്ക് ഇപ്പോൾ കോടതി കടക്കുന്നില്ല. മറിച്ച് പോലീസ് ചുമത്തിയ വകുപ്പുകൾ പ്രകാരം ജാമ്യം നൽകണോ വേണ്ടയോ എന്നത് മാത്രമാണ് കോടതി പരിഗണിക്കുന്നത് എന്ന് കോടതി നയം വ്യക്തമാക്കി. എന്നാൽ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നൽകരുത് എന്ന ശക്തമായ വാദമുഖം മറുവശത്ത് പ്രോസിക്യൂഷൻ ഉയർത്തിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ ഇന്നലെ ഹണി റോസ് നൽകിയ രഹസ്യമൊഴി തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിന് ഏറ്റവും വലിയ വിനയൊരുക്കിയത്. ഇതുവരെ പുറത്തു വന്നതിനപ്പുറം പല നിർണായക വിവരങ്ങളും അവരുടെ രഹസ്യമൊഴിയിലുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. ഇതോടെ കോടതി പൂർണ്ണമായും ബോബി ചെമ്മണ്ണൂരിനെതിരായി. ദ്വയാർത്ഥ പ്രയോഗം ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ മാത്രമായിരുന്നില്ല. നിരവധി അഭിമുഖങ്ങളിലും സമൂഹമാധ്യമ പ്രതികരണങ്ങളിലുമൊക്കെ ഇയാൾ തുടർച്ചയായി നടത്തി എന്ന് പ്രോസിക്യൂഷന് കോടതിയിൽ നിഷ്പ്രയാസം തെളിയിക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ മണിക്കൂറുകളായി കേരളത്തിലെ മാധ്യമലോകം കൃത്യമായി അവധാനതയോടെ ഈ വാർത്തകൾ പിന്തുടരുന്നു. അതുകൊണ്ട് തന്നെ കോടതിയും സസൂക്ഷ്മം ഇക്കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചിരുന്നു. ബോബി ചെമ്മണ്ണൂരിന്റെ ഐഫോൺ അടക്കം കസ്റ്റഡിയിലെടുത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് കൊടുത്തിരുന്നു. വിശദാംശങ്ങൾ കോടതിയിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കി. സമാനതകളില്ലാത്ത അന്വേഷണ മികവ് തന്നെയാണ് ഇവിടെ കേരള പോലീസ് പ്രകടമാക്കിയത്. അന്വേഷണ ടീം മികച്ച നിലയിൽ ബോബി ചെമ്മണ്ണൂരിനെ വരുതിയിലാക്കുക മാത്രമല്ല, കോടതിയിൽ എത്തിക്കുകയും ജാമ്യം നിഷേധിക്കുകയും ചെയ്തിരിക്കുന്നു. വരുന്ന 14 ദിവസത്തേക്ക് ഇനി ബോബി ചെമ്മണ്ണൂർ സബ് ജയിലിൽ തുടരും എന്നുറപ്പാണ്. തൊട്ടുമുന്നിൽ അവധി ദിവസങ്ങളേറെയുണ്ട്. മറുവശത്ത് കേസ് അപ്പീലുമായി മുന്നോട്ടു പോയാലും ഈ കേസിൽ ഒരു വിധി തീർപ്പ് വരെ എത്താൻ 14 ദിവസമെങ്കിലും മിനിമം വേണ്ടിവരും. അതുകൊണ്ട് തന്നെ 14 ദിവസം കൊതുകുകടിയും മൂട്ടകടിയും ഒക്കെ കണ്ട് സബ് ജയിലിൽ കഴിയാനാണ് ഇനി ബോബി ചെമ്മണ്ണൂരിന് വിധി. പണത്തിന്റെയും പ്രതാപത്തിന്റെയും മടിശയിലാണ് ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ വാഴുന്നത്. നാട്ടുകാരുടെ പണം പിരിച്ചു തന്നെയാണ് ഇയാളുടെ അത്യാഡംബര ജീവിതം. ഏറ്റവും ഒടുവിൽ ബോബി ചെമ്മണ്ണൂർ നൽകുന്ന പരസ്യം തന്റെ ഡിപ്പോസിറ്റുകൾക്ക് 70 മാസം കൊണ്ട് ഇരട്ടിത്തുക മടക്കി നൽകാമെന്നാണ്. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. മുൻപ് സ്വർണ്ണ നിക്ഷേപ പദ്ധതികളുമായി ബന്ധപ്പെട്ട് നിരവധി ആക്ഷേപങ്ങൾ ഇയാൾക്കെതിരെ ഉയർന്നിരുന്നു. ഓക്സിജൻ സിറ്റി എന്ന മറ്റൊരു തട്ടിപ്പ് സോഷ്യൽ മീഡിയയും ചില മാധ്യമങ്ങളും ചേർത്ത് പൊളിച്ചടുക്കി. ക്ലബ് ഓക്സിജൻ എന്ന് പറയുന്ന ഇയാളുടെ റിസോർട്ട് പരമ്പരയ്ക്കും ചില തട്ടിപ്പുകളുടെ മണമുണ്ട്. ജുവല്ലറികളിൽ സാധനം വാങ്ങാൻ എത്തുന്നവർക്ക് ഈ ക്ലബ് ഓക്സിജൻ റിസോർട്ടുകളിലേക്ക് താമസിക്കാനുള്ള കൂപ്പൺ നൽകുക, മെമ്പർഷിപ്പ് നൽകുക, അത് ഒരു മാർക്കറ്റിംഗ് തന്ത്രമായി മാത്രമാണ് ഇയാൾ കാണുന്നത്. എന്നാൽ റിസോർട്ടുകൾ മികച്ച രീതിയിൽ പരിപാലിക്കാനോ അതിനെ മികവുറ്റ രീതിയിൽ ഉപഭോക്താക്കൾക്ക് നൽകാനോ ഇയാൾ ശ്രദ്ധിക്കാറേയില്ല.
നിരവധി തട്ടിപ്പിന്റെ കഥകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട് ചൂഴ്ന്നു നടക്കുന്ന നിരവധി ദുരൂഹതകൾ കോടതിക്ക് മുന്നിലുമെത്തി. ഈ ഘട്ടത്തിൽ ജാമ്യം കൊടുത്താൽ കാര്യങ്ങൾ അപകടകരമാകുമെന്ന് കോടതിയും തിരിച്ചറിഞ്ഞു. ഡാൻസ് കളിച്ച് തുണിപറിച്ച് നാട്ടുകാരെ രസിപ്പിക്കാനിറങ്ങിയ ബോബി ചെമ്മണ്ണൂർ ഒടുവിൽ കോടതിയിൽ കരഞ്ഞു പറഞ്ഞു, തനിക്ക് അൾസറിന്റെ അസുഖമുണ്ട്, കഴിഞ്ഞ ദിവസം വീണ് നട്ടെല്ലിനും കാലിനുമൊക്കെ ഗുരുതര പരിക്കുകളുമുണ്ട്. പക്ഷേ ഇതൊന്നും കോടതിയുടെ മനസ്സലിയിച്ചില്ല. നിയമവഴിയിൽ ഹണി റോസ് മുന്നോട്ട് യുദ്ധം നയിക്കുമ്പോൾ അതിൽ പകച്ചു നിൽക്കാനേ ഇപ്പോൾ ചെമ്മണ്ണൂരിന് കഴിയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സബ് ജയിലിലെ സെല്ലിലേക്ക് ബോബി ചെമ്മണ്ണൂർ ഇനി ചെന്ന് കയറുന്ന കാഴ്ച. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.